ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കുള്ള പുതിയ അവസരങ്ങൾ PSCയിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷനിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒരെണ്ണമാണ് എന്ത് പറയുന്നത്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. സോ അതിന്റെ പുതിയ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വെച്ചാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള അല്ലെ, കേരള ഗവൺമെന്റിന്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നാണ് ആ പോസ്റ്റിന് പേര് വരുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഇനിയിപ്പോൾ പുതിയതായി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. സോ ഇത് എല്ലാ ബ്രാഞ്ചുകൾക്കും പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സ്കെയിൽ ഓഫ് പേറിന് ഒരു 41,300 മുതൽ 87,000 വരെയാണ് നമുക്ക് എന്ത് വരുന്നത്, അതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഏജ് ലിമിറ്റ് ആസ് പുതിയ PSCയുടെ റൂൾ പ്രകാരം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് SC ST ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു 5 വർഷത്തെ എക്സ്ട്രാ കിട്ടുന്ന ഒരു റിലാക്സേഷൻ, അതേപോലെ OBC കിട്ടുന്ന ഒരു 3 വർഷമൊക്കെ അതിൽ കൂടെ തന്നെ ഇതിന്റെ എക്സ്ട്രാ ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള പോളിടെക്നിക്, അതേപോലെ തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഇൻസ്ട്രക്ടർ ഗ്രേഡിൽ അതിൽ ഈ വരുന്നതിലൊക്കെ പറ്റുന്ന ആളുകൾക്കുള്ള ഒരു നോൺ ടീച്ചിങ് ആയിട്ടുള്ള ഒരു ലാബിലെ ജോബാണ് എന്ത് പറയുന്നത്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഡെമോൺസ്ട്രേറ്റർ, നമ്മൾ കുട്ടികൾക്കൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലാബിലുള്ള ഈ ഒരു ഡെമോൺസ്ട്രേറ്ററെ ജോബുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടായിരിക്കുക. അതായത് നമ്മളൊരു ലെക്ചർ പോസ്റ്റിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന, ലാബിലെ സ്റ്റാഫിന്റെ കുറച്ച് മുകളിലുമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ്, അങ്ങനെ വേണം നമ്മൾ അതിനെ ഒരു ഡെമോൺസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിനെ കാണാൻ. സോ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. മെക്കാനിക്കലിൽ ഡിപ്ലോമ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനും 3 ഇയർ ഡിപ്ലോമ പ്രത്യേകം പറയുന്നുണ്ട്. സോ 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കലിൽ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമന്റെ മുകളിൽ BTech ഉള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെക്കാനിക്കലിന് ഇക്വലന്റ് ആയിട്ടുള്ള, അതായത് ഗവൺമെന്റിൽ നിന്ന് ഇക്വലൻസി കിട്ടിയിട്ടുള്ള മെക്കാനിക്കലിന് ഇക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ചിലെ ആളുകൾക്ക്, ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ്, മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഈ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പൊ പോയിട്ടുള്ളത് 124 അഡ്വൈസ് ആണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 124 അഡ്വൈസ് വരെ നമുക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ പഠിച്ചുകൊണ്ട് തുടങ്ങണം. ഇപ്പൊ 2024 7-ാം മാസമായിരുന്നു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ 2027 ഏകദേശം ജൂലൈ ആകുമ്പോഴത്തേക്കും ലിസ്റ്റ് എന്ത് ചെയ്യും, എക്സ്പയർ ആവും. അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ എൻഡിൽ തന്നെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട, അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയത്ത് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യമാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലെ. സോ എന്തൊക്കെയാണ് സിലബസ് എന്ന് പറയുന്നത്? അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള സിലബസ് എന്ന് പറയുന്നത് മെക്കാനിക്കലിന്റെ ഫുൾ ഭാഗങ്ങളിലെ ഒരു 10 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു 10 സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. അത് 10 മൊഡ്യൂളുകളും 10 മാർക്ക്, ഓരോ മൊഡ്യൂളുകൾക്കും 10 മാർക്ക് വെച്ചിട്ടുള്ള 10 സെക്ഷൻസ് ആണ് നമുക്കുള്ളത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. രണ്ടാമത്തെ ഹൈഡ്രോളിക് മെഷീൻസ് ആണ് വരുന്നത്. മൂന്നാമത്തെ വരുന്നത് തെർമോഡൈനാമിക്സ് ആണ് വരുന്നത്. എല്ലാത്തിനും 10 മാർക്കാണ് കേട്ടോ. മൂന്നാമത്തെ തെർമോഡൈനാമിക്സ്. നാലാമത്തെ നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗും ആണ് ഫോർത്ത് വരുന്നത്. ഫിഫ്ത്ത് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഫിഫ്ത്ത് മൊഡ്യൂളിൽ സിലബസിൽ വരും. സിക്സ്ത് നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് 7th ആയിട്ട് വരുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും മെഷീൻ ഡിസൈനും അടുത്തൊരു മൊഡ്യൂളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് വരുന്നത് IC എഞ്ചിനും സ്റ്റീം ബോയിലേഴ്സും ഒരു മൊഡ്യൂളിലും, അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ അടുത്തൊരു മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ മെക്കാനിക്കൽ ഡിപ്ലോമക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ മെക്കാനിക്കൽ BTechൽ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യവും, ഡിപ്ലോമയാണ് ഇതിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഡിപ്ലോമക്ക് പഠിച്ചിട്ടുള്ള അല്ലെ S3 S4 S5 S6 എന്ന 4 സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കോർ സബ്ജക്റ്റിന്റെ പേപ്പറിന്റെയും സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിന് നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് മനസ്സിലാക്കാനുണ്ട്.
സോ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് CC വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഈ ഒരു എൻഡോട് കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ച് അടുത്തൊരു വർഷത്തോട് കൂടിയിട്ട് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് എക്സാം എഴുതുന്നവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്